ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബ്ലൗസിൻ്റെ സ്ലീവിൽ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ക്യാൻവാസിന് രണ്ടായി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്കെയിലിൽ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്നെടുക്കണം. അത് അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എത്രയാണോ ലെങ്ത്ത് ഉള്ളത് വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ അളവ് എടുത്തിട്ട് അത്രയും നീളത്തിൽ ക്യാൻവാസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ 2 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ലേ, സ്കെയിലിൽ 2 സെൻറ്റിമീറ്റർ, ആ സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് താഴെ വരേക്ക് ഒന്ന് അളന്നെടുക്കുക. പോയിൻ്റ് ഇട്ടിട്ട് ഒന്ന് അളന്നെടുക്കുക. എന്നതിന് ശേഷം നമുക്കതിനെ ഒരു കോണാകൃതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ തന്നെ മുകളിലേക്കും സൈഡിലേക്കും, അപ്പോൾ 3 വശവും നമുക്ക് ഈ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ത്രികോണങ്ങൾ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് വെച്ചിട്ടുള്ള കോണുകൾ നമ്മളിങ്ങനെ ഓരോ വശം വരച്ചതിന് ശേഷം 2 സൈഡും ഇങ്ങനെ കോണായിട്ട് നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മൾ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കണ്ട, അത് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പം നമ്മളങ്ങനെ ആ കോണുകളൊക്കെ വരച്ചെടുത്ത് അതിനതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് അപ്പോൾ 4 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 സ്ലീവിലേക്കും 2 സൈഡിലേക്കും അപ്പോൾ 4 എണ്ണം ഒന്ന് അടുകെ മുറിച്ചിട്ടാണല്ലോ ഒട്ടിക്കുന്നത്. അപ്പോൾ ആ 4 എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെ ലൈനിങ് ലൈനിങ്ങിൽ നമ്മൾ ആ ഒരു ഇതിൻ്റെ പശ ഉണ്ടാവില്ല, ക്യാൻവാസിൻ്റെ ഉള്ളിലൊരു പശ ഉണ്ടാവും. ആ പശ തുണിയിൽ വരത്തക്ക വിധം വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് കൊണ്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലൊട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 4 എണ്ണം അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ സ്ലീവിൻ്റെ നല്ല വശം ഈ ഒരു ഒട്ടിച്ചതിൻ്റെ വശവും കൂടി ചേർത്തിട്ട് നമ്മൾ അതിനെ ആ കോണായിട്ട് ഇങ്ങനെ നമ്മളതിനെ തയ്ച്ച് പോവുക. ചെറിയ കോണുകളാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വലിയ കോണാണെന്ന് വെച്ചാൽ നമുക്കൊന്നും കൂടി സ്പേസ് ഉണ്ടാവും അവിടെ, ഇതിപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ചെറിയ കോണുകളാവുകൊണ്ട് ആ കോണുകൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ ആ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ എല്ലാ ക്യാൻവാസിൻ്റെ അരുവ് കൂടെയാണ് തയ്ക്കുന്നത്. കണ്ടോ, ആ ഒരു കോണിൻ്റെ ക്യാൻവാസിൽ എവിടെയാണോ അതിൻ്റെ അരുവ് കൂടെയാണ് തയ്ക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ എല്ലാം സ്റ്റിച്ച് ചെയ്യണത് ക്യാൻവാസ് കട്ട് ചെയ്തതിൻ്റെ ആ അരുവ് കൂടെയാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു കോണുകളും നമ്മളതിന് തയ്ച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നമ്മളതിൻ്റെ അളവൊന്ന് ഒരു 4 ഇഞ്ചൊന്നും ഇല്ല അവിടെ സ്പേസ്, അതിനൊരു 2 വര 3 വരയുടെ പോയിൻറ്റിൽ നമ്മളതിനൊന്ന് കട്ട് ചെയ്ത് ആ കോണ് ഉള്ളിലത്തെ ആ ഒരു തുണിയുടെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓരോ ഭാഗം നമ്മളതിനൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ആ ഫ്രണ്ടിലേക്ക് സ്ലീവിൻ്റെ നമ്മൾ ആ സെൻറ്ററിലേക്ക് ഉള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോണൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നൂലുവെട്ടി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്താണെന്ന് അറിയുക, കോണുകൾ എന്ന ഭാഗത്ത് വരുമ്പോൾ ആ കോണുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം സ്റ്റിച്ച് മുറിയാതെ നമ്മൾ നൂലുവെട്ടി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പെൻസിലോ കൂർപ്പുള്ള പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ കൂർപ്പുകളെല്ലാം നമുക്ക് അതിന് ആ ഉള്ളിലേക്ക് ഒന്ന് തള്ളി കൊടുക്കുക കേട്ടോ. തള്ളി കൊടുത്തു കഴിഞ്ഞാലാണ് ആ കൂർപ്പ് ഫിനിഷിങ് ആയിട്ട്, ചെറിയ കൂർപ്പുകളാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക, ഒരുപാട് പുഷ് ചെയ്ത് ചെയ്യരുത്. അപ്പോൾ അവിടെ ഓട്ട വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ പാകത്തിനാക്കിയിട്ട് അതിൻ്റെ ആ എല്ലാ കോണുകളും ഒന്ന് കൂർപ്പിച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു സെൻറ്ററും ആ ഒരു 4 എണ്ണത്തിൻ്റെയും കോണുകളെല്ലാം നമ്മളതിനെ കൂർപ്പിച്ച് അതിനൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ആ കൂർപ്പുകളൊക്കെ ഒന്ന് ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മോളടി ഒന്ന് കൊടുക്കുക. ഓരോ കൂർപ്പുകൾ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, അതിൻ്റെ സെൻറ്ററിൽ ഒരു തുണി വയ്ക്കുന്നുണ്ട്, ആ തുണിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂർപ്പ് ഇങ്ങനെയും ചെയ്യാമെന്നുള്ളത്. നിങ്ങൾക്ക് ഓരോ കോണും നമ്മളൊന്ന് പുഷ് ചെയ്ത് തള്ളിക്കൊടുത്ത കൂർപ്പുകൾ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ചെയ്യാവുള്ളൂ. വലിയ കൂർപ്പാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര മറിച്ചിടുമ്പോൾ തന്നെ ഫിനിഷിങ്ങിൽ കിട്ടും. ഇത് ചെറിയതാവുമ്പോൾ നമുക്കതിങ്ങനെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, എന്നാലാണത് വൃത്തിയായി കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു ക്യാൻവാസിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ തുണി വെച്ചിട്ട്
ബ്ലൗസിൻ്റെ കസവാണ് കേട്ടോ. ആ കസവ് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ ചെയ്തിട്ട് കണ്ടില്ലേ, അതുപോലെ മറ്റേത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. രണ്ടും നമ്മൾ അതേപോലെ ചെയ്യാം കേട്ടോ. രണ്ട് സ്ലീവും നമ്മൾ ഇതേമാതിരി കുറച്ച് നേരമൊക്കെ പിടിക്കുന്ന കോണൊക്കെ ഫിനിഷിങ്ങായി വൃത്തിയായി ചെയ്യണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പിടിക്കും കേട്ടോ. പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമയം നോക്കി നമുക്ക് അതിനുള്ള ഒരു മോഡലായിട്ട് നല്ല ഡിസൈനാണ്. നമുക്ക് ചുരിദാറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ലീവിൻ്റെ ഡിസൈനാണിത്. നിങ്ങൾ ഇതിൻ്റെ ഫുള്ളായ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് തയ്ച്ച് നോക്കണം കേട്ടോ. ഈ ഒരു മോഡൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഇന്നിപ്പോൾ പഫ് തന്നെയല്ലേ, അപ്പോൾ പഫ് ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ള രീതിയിലാണ്. എന്നതിന് ശേഷം നമുക്ക് അതിനൊരു ലൈസ് വാങ്ങിയിട്ട് ഇതിൻ്റെ സ്റ്റോൺ ലൈസ് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഈ രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ സൈഡിൽ കണ്ടില്ല കോണിൻ്റെ അറ്റം, ആ കോണിൻ്റെ അറ്റങ്ങളിൽ നമുക്ക് ഈ ഒരു കല്ലേസ് ഒന്ന് സ്റ്റോൺ ലൈസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കണ്ടോ, സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അത്രയും നമ്മൾ ആ സ്ലീവ് അതിൽ പിടിപ്പിച്ചു. ബ്ലൗസിൽ സ്ലീവ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റോൺ ലൈസും സ്റ്റിച്ച് ചെയ്യുക. എന്നതിന് ശേഷം നമുക്കതിൽ ഇനി ഓരോ വൈറ്റ് ബീഡ്സ് പിടിപ്പിച്ച് കൊടുക്കാം. വൈറ്റ് ബീഡ്സ് നമ്മൾ നമ്മൾ എമ്മിങ് ചെയ്യുന്ന സൂചി നൂലും വെച്ചിട്ട് വൈറ്റ് നൂല് വെച്ചതിന് ശേഷം ഓരോ മുത്തുകളും അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനൊന്ന് കോർത്തതിന് ശേഷം നമ്മളതൊന്ന് കുത്തിയെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സിമ്പിളാണത് ചെയ്യാൻ. ആ കോണുകൾ മാത്രമാണ് ഒന്ന് ടഫ്. പിന്നെ ബീഡ്സുകൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട ഓരോന്നും ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് നമ്മൾ ഓരോ ബീഡ്സും ഓരോ കള്ളികളിൽ നമ്മൾ തുന്നി എടുക്കണം കേട്ടോ. നമ്മൾ ഓരോ ബീഡ്സ് തുന്നുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കെട്ടിട്ടിട്ട് മുറിച്ചെടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ അതിനെന്ത് ചെയ്താൽ മതി, താഴേക്ക് കുത്തിയിട്ട് തൊട്ട് തന്നെയാണല്ലോ അടുത്ത ഒരു കോണും വരുന്നത്. അപ്പോൾ ആ തൊട്ടേക്ക് തന്നെയാണ് ഒന്നും കൂടി മാറ്റി അങ്ങനെ കുത്തിയാൽ മതി. മുറിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നൂല് മുറിച്ചെടുക്കൊന്നും വേണ്ട. ഞാൻ അതിനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തി എടുത്തിട്ടാണ് ഈ അറ്റം വരെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട്. നമ്മളെ പട്ടിക്കുട്ടികളുണ്ട് ഇവിടെ, അത് തൊള്ളിയിടുന്ന സൗണ്ടാണ്. കണ്ടോ, നമ്മൾ ആ വീഡിയോസുകൾ ഇതൊന്ന് കാണണം കേട്ടോ. മുത്തുകൾ ഓരോന്ന് ചെയ്യണത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു മുത്താണ് അതിനൊരു ഭംഗിയൊക്കെ വരുന്നത്. നമുക്ക് ചുരിദാറിലൊക്കെ നമുക്ക് സുഖമായിട്ട്, ചുരിദാറിലും എല്ലാ ഫ്രോക്കിലേക്കും അങ്ങനെയുള്ളതിലേക്കൊക്കെ നമുക്ക് ഈ സ്ലീവ് ഒന്ന് ചെയ്യാം. ഇതിൻ്റെ സ്ലീവുകൾ തന്നെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഫ് സ്ലീവ് വേണ്ട പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പാർട്ടി വെയർ ഡ്രസ്സാണിത്. ഇത് നമുക്കൊരു എനിക്ക് കല്യാണത്തിനുള്ളതാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്നും കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അത് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ മൊത്തം നമ്മൾ രണ്ട് സ്ലീവിലും പിടിപ്പിക്കുക കേട്ടോ. കോർത്ത് ആ ഒരു വെള്ള ബീഡ്സുകൾ നമ്മൾ സെൻറ്ററിലായിട്ട് ആ കോണുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ചേർന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. മാറിപ്പോവരുത്. കോണുകളൊക്കെ നമ്മൾ അപ്പുറത്തെ ആ കോണുകളൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ബർത്ത്ഡേ ഫ്രോക്ക്, പിന്നെ പാർട്ടി വെയർ ഡ്രസ്സുകൾ, ബീഡ്സ് വർക്കുകൾ അങ്ങനെയൊക്കെ നമ്മൾ ചാനലിലിട്ടുണ്ട്. അതുപോലത്തെയൊക്കെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും നമ്പറുകൾ തയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അതിൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മൾ ബ്ലൗസ് റെഡിയായി ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് കല്ല് ലൈസൊക്കെ പിടിച്ച് സ്റ്റോൺ ലൈസൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ടില്ലേ. നിങ്ങൾക്ക് നോക്കി സൂപ്പറായിട്ടുള്ളൊരു സൂപ്പർ ബ്ലൗസാണ് കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളൊന്ന് ഇതുപോലെ തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ മോഡലുമായി പുതിയ വീഡിയോ കാണാം കേട്ടോ. ഓക്കേ.